മടക്കയാത്രയിൽ അഹമ്മദാബാദ് വഴി കണക്ഷൻ ഫ്ലൈറ്റിലായിരുന്നു ടിക്കറ്റ് കിട്ടിയത്. സ്കൂൾ ഓപ്പണിങ് ടൈമായതുകൊണ്ട് ടിക്കറ്റ് ചാർജിന്റെ വില കുത്തനെ കൂടിയതിനാൽ വേറെ മാർഗമില്ലായിരുന്നു. അഹമ്മദാബാദ് എയർപോർട്ടിൽ 5 മണിക്കൂർ വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് നിയർ ബൈ സബർമതി ആശ്രമത്തിലേക്ക് ഓല ബുക്ക് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്തപ്പോൾ ഓലക്കാരൻ വിളിച്ചു പറഞ്ഞുപോയി, റിട്ടേൺ ചാർജ് തരണം, അതുകൊണ്ട് എക്സ്ട്രാ പേയ്മെന്റ് വേണം. അടുത്തുള്ള ഓട്ടോറിക്ഷ പിടിച്ച് 50 രൂപയ്ക്ക് 7 കിലോമീറ്റർ അടുത്തുള്ള സബർമതി ആശ്രമത്തിലെത്തി. സബർമതി റിവറാണിത്. അതിനോട് ചേർന്നുള്ള സബർമതി ആശ്രമം, ഗാന്ധിജിയുടെ സബർമതി ആശ്രമം. സബർമതി ആശ്രമത്തിന്റെ മെയിൻ എൻട്രൻസ് ആണിത്. ഇവിടെയാണ് മഹാത്മാവും 12 കൊല്ലത്തോളം തന്റെ ഭാര്യയുമൊത്ത് താമസിച്ചത്. മെയിൻ ഹാളിനകത്തുള്ള ഓയിൽ പെയിന്റിങ്ങിൽ നിറഞ്ഞ ഫോട്ടോ ആണ് കസ്തൂർബ ഗാന്ധിയും അതുപോലെ ഗാന്ധിജിയുടെ മറ്റ് സമരഭടന്മാരും ചേർന്നുള്ള ഓയിൽ പെയിന്റുകൾ നിറഞ്ഞ ഫോട്ടോസുള്ള ഒരു ഹാൾ. ഇവിടെ നിന്നാണ് ദണ്ഡി യാത്രയും ഉപ്പു സത്യാഗ്രഹവും എല്ലാം തുടങ്ങിയത്. വർഷത്തിൽ 70,000 വിസിറ്റേഴ്സാണ് സബർമതി ആശ്രമത്തിൽ വന്നു പോകുന്നത്. അടുത്തൊരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ചർക്കയിൽ നെയ്തെടുത്ത തുണികളും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പടങ്ങളിലും പാഠപുസ്തകങ്ങളിലും കാണുമ്പോൾ വളരെ നിസ്സാരമെന്ന് കാണുന്ന ഈ ചർക്കകളെല്ലാം നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് അദ്ദേഹത്തിന്റെ കയ്യൊപ്പുകളാണ്, വ്യത്യസ്ത ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ സിഗ്നേച്ചേഴ്സ്. വളരെയേറെ കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം നേടിത്തരികയും ആ സ്വാതന്ത്ര്യം അധികനാൾ അനുഭവിക്കാൻ കഴിയാതെ അക്രമികളുടെ കൈകളാൽ മരണപ്പെട്ട ഗാന്ധിജിയെ സ്മരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നു. നന്ദി.